അങ്ങനെ നമ്മുടെ എല്ലാ പ്രതീക്ഷകൾക്കും ഭംഗമേൽപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ ടെസ്റ്റ് ഇന്ത്യ ശ്രീലങ്ക ഡ്രോ ആയി എന്നല്ല ഡ്രോ ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. എന്തുട്ടായിരുന്നു ശ്രീലങ്ക കാണിച്ചു കൂട്ടിയേ. ഇന്നലെ കളി അവസാനിപ്പിക്കുമ്പോൾ 6 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. 16 റൺസ് അവർക്ക് ലീഡുണ്ടായുള്ളൂ. ഇന്നലത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞു ആരും പ്രതീക്ഷയില്ല കേട്ടോ. ഇന്ന് ലഞ്ചിന് മുമ്പ് മിക്കവാറും ഒരു ഓൾ ഔട്ടാന്ന് വിചാരിച്ചേ. ഒരു രക്ഷയില്ല. അവരുടെ ആ സോണൽ ദിനുഷ എന്തുട്ടാ പുള്ളി കാണിച്ചു കൂട്ടി. ഈ 2 ടെസ്റ്റ് 4 ഇന്നിങ്സിൽ നിന്ന് 3 സെഞ്ചുറിയും 1 ഹാഫ് സെഞ്ചുറി. കളിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ ബാറ്റിങ് നേരെ കണ്ടിന്യൂ ചെയ്ത് സോണൽ ദിനുഷയും കെസാര നൗന്ദ ഇറങ്ങി. ലഞ്ച് ടൈം വരെയില്ലേ ഒറ്റ വിക്കറ്റ് പോലുള്ള ഇന്ത്യൻ ബൗളർമാർ ഇടവും വലവും എറിയണേൻ്റെ മാക്സിമം എറിഞ്ഞു നോക്കിയിട്ടോ. ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കിയത് മഴ പെയ്യുമെന്നുള്ളതാണ്. ശരിക്കും മൂടിക്കെട്ടിയൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഒരു തുള്ളി മഴയും പെയ്തില്ല. ആലോചിച്ച് പോകണം. അത് കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആ കെസാര നൗന്ദ ഔട്ടാവണേ. 150 ബോളിൽ 46 റൺസ് എടുത്തത്. ആ വിക്കറ്റ് പോയി. അതിനുശേഷം അടുത്ത വിക്കറ്റ് പെട്ടെന്ന് പോയി. പിന്നെ വന്ന് കുമാര എന്നൊരു ചങ്ങാതി 90 ബോൾ ഫേസ് ചെയ്തേ 12 റൺസ് എന്തിനാവട്ടെ. പക്ഷേ പുള്ളി ആ സോണൽ ദിനുഷിക്ക് കൊടുത്ത സപ്പോർട്ട് കാണണം. പക്ഷേ ഒരു സൈഡിൽ നിന്ന് സോണൽ ദിനുഷ 4ഉം ഇടയ്ക്കൊരു 6 ഒക്കെ അടിച്ച് റൺസ് ഒരു സൈഡിൽ നിന്ന് കയറ്റി. അങ്ങനെ പുള്ളി 3ാമത്തെ സെഞ്ചുറി അടിച്ചു. മൊത്തം അടിച്ചത് 253 ബോളിൽ നിന്ന് 133 റൺസാണ്. ഇന്ത്യൻ ബൗളേഴ്സിൻ്റെ സഖി ഇട്ടിട്ടില്ലേ. വിക്കറ്റ് വീഴല്ല. ഏറ്റവും അവസാനം ഗില്ല്, ജയ്സ്വാൾ, ജോർഡൻ ഉൾപ്പെടെ ബോൾ ചെയ്തു. പിന്നെ എന്ത് ചെയ്യാനാ. അങ്ങനെ 429-ന് 9 വിക്കറ്റ്. കളി അങ്ങനെ ഡ്രോ ആയി. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ടെസ്റ്റ് ഈ ലെവലിലേക്ക് എത്തുന്നു? അതാണ് നമ്മൾ തുടക്കം പറഞ്ഞേ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു ടീമുകളെ പോലും ചെറുതായിട്ട് കാണാൻ പാടില്ല. എല്ലാ പ്ലേയേഴ്സും വെൽ ടാലൻറ്റഡാണ്. ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിൽ ഓർക്കാപ്പുറത്ത് അടി കിട്ടണമെന്നിരിക്കും ഇവരൊക്കെ ഫോം ആവണേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും പ്രസൻറ്റേഷൻ സെറിമണിയിലേക്ക് വരികയാണെങ്കിൽ ദേവദത്ത് പടിക്കൽ പ്ലെയർ ഓഫ് ദ സീരീസ്, അതുപോലെ തന്നെ കളി 1-0 നമ്മൾ ടെസ്റ്റ് ലീഡിട്ട് സീരീസ് നമ്മൾ എടുത്തു. മെയിൻ 2 ടെസ്റ്റാണ് വരാൻ പോണേ. ഒന്ന് ന്യൂസിലാൻഡായിട്ടും ഒന്ന് ഓസ്ട്രേലിയയായിട്ടും. അതൊരു 1-1.5 ടെസ്റ്റ് ആയിരിക്കും. നമുക്ക് നോക്കാം. എന്നാൽ പിന്നെ ഇത്രയും നാൾ കട്ടയ്ക്ക് കൂടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ചാനലിൽ നമ്മുടെ ഓസ്ട്രേലിയൻ വിശേഷങ്ങളുള്ള വീഡിയോസൊക്കെ വരും. ക്രിക്കറ്റ് നടക്കുന്ന സമയത്ത് ക്രിക്കറ്റ് വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഓണാശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. താങ്ക് യു.